ജോണി, തന്റെ കൂട്ടുകാരനെവിടെ? എന്തോ പരമോൻ ഇന്ന് കണ്ടില്ല. മുങ്ങി കാണും. എന്റെ കൊച്ചേട്ട അതല്ലേ അവന്റെ സ്വഭാവം. മുങ്ങിയാലും പൊങ്ങും. ഇനി ഒരു 6 മാസം കഴിയണമെന്ന് മാത്രം. അതിലെ ഇതിലേക്ക് തെണ്ടി തിരിഞ്ഞ് വശക്കേടാകുമ്പോ അവനിങ്ങ് എത്തും. അല്ലടാ ജോണി? എന്താടാ? ഉണ്ണിത്താന്റെ വീട് കയറി പോലീസ് എഞ്ചിനീയറെ കാണാനില്ലെന്ന്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? വാ. ഒന്ന് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി നിൽക്കണ. എവിടെ ഇടിച്ചു കയറണം? കമ്പിയും സിമെന്റും ഒക്കെ ഞാൻ വെട്ടിച്ചതാ, സമ്മതിച്ചു. അത് ഞാൻ കോടതി പറഞ്ഞോളാം. പക്ഷെ എഞ്ചിനീയർ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എന്നാൽ പിന്നെ അയാൾ എവിടെ? എനിക്കെങ്ങനെ അറിയാം? ഇന്നലെ വൈകിട്ട് അയാളെ ഞാൻ ബാറിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ ശരിയാ. ഈ 2 പെഗ് അടിച്ച് ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ ഇന്ന് രാവിലെ നിങ്ങൾ വന്ന് പറയുമ്പോഴാണ് അയാൾ മരിച്ചു എന്ന് ഞാൻ അറിയുന്നത്. മരിച്ചെങ്കിൽ തന്നെ ശവം എവിടെ? അത് തന്നെയാ ഞങ്ങൾക്ക് പറയേണ്ടത്. ശവം എവിടെ? ചേട്ടാ, ഇത് നല്ല കാര്യമായല്ലോ. ഈ നാട്ടിലെ ശവങ്ങളുടെയൊക്കെ കണക്ക് എന്റെ കയ്യിലാ. നിർത്തുന്ന പ്രശ്നം. സർക്കാരിന്റെ സ്റ്റോറിലെ കമ്പിയുടെയും സിമെന്റിന്റെയും കണക്ക് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? നോക്കൂ മിസ്റ്റർ ഉണ്ണിത്താൻ, താൻ സത്യം പറഞ്ഞില്ലെങ്കിലും ഞാനത് കണ്ടുപിടിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആസ്മ പിടിച്ച് നാശമായ നെഞ്ചത്ത് എന്നെ കൊണ്ട് മഹാഭാവം ചെയ്യിക്കരുത്. ജോണി, നമുക്ക് കുളത്തുകരയിലേക്ക് പോവാം. അവിടെ ആൾക്കൂട്ടം. നീ അങ്ങോട്ട് വെക്കും, ഞാനിവിടെ നിൽക്കാം. ശരി. മുങ്ങൽ വിദഗ്ധർ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. വിളിക്ക. മുങ്ങലുകാരെല്ലാം വരും. ഇറങ്ങി നോക്കാം. വേഗം ആട്ടെ. ബോഡി ഇവിടെ ഉണ്ടോന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങോട്ട് വാ. ഇവിടെ മാറി നിൽക്കാൻ. കേറി നിൽക്കാൻ പറഞ്ഞപ്പോ സാർ തോക്കം കിട്ടി. സാർ, ഇതാണ് ശവത്തിന്റെ കൂടെ കണ്ടെടുത്ത തോക്ക്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കും. യെസ് സാർ. നടക്ക. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിയായില്ലേ? കുഞ്ഞെ, ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാണ് ഈ വറിയത്.
മിസ്റ്റർ ദേവരാജൻ, നിങ്ങൾ ഇവരെ കൊണ്ടുപോയിക്കൊള്ളൂ. ഞാൻ കാടെടുത്ത് പിന്നാലെ വന്നോളാം. യെസ് സർ. നടക്കടോ. വെൽഡൺ മൈ ബോയ്. എന്താണ് എന്റെ പേര്? ജോണി. വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. സാർ, ഇതിനകത്തൊരു പെട്ടി. പെട്ടിയോ? വെളിയിലെടുക്കൂ. ഇവിടെ വെക്ക്. എടുത്ത് അകത്ത് വെക്കട്ടെ സാർ. നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? നിന്നെ പോലൊരു ധൈര്യശാലി വിശ്വസ്തനുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്താ സാർ? ഈ പണം കള്ളപ്പണമാണ്, ബ്ലാക്ക് മണി. ഇത് കണ്ടുകെട്ടുന്നത് ബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസർക്ക് ചേർന്നതല്ല. ഞാനും നീയും മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഈ പണം ഞാൻ ജോണി ഏൽപ്പിക്കാം. അടുത്ത ശനിയാഴ്ച പണവുമായി നീ എന്റെ വീട്ടിൽ വരണം. ധൈര്യമുണ്ടോ? ഞാൻ ചെയ്യാം സാർ. ഗുഡ്.
നിനക്ക് മാന്യമായ ഒരു വിഹിതം ഞാൻ തരും. ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇതിവിടെ നിന്ന് മാറ്റണം. ഇങ്ങനെ കൊണ്ടുപോകണ്ട. ആ ചാക്കെടുക്കൂ. നിന്റെ വീട് ഇവിടെ അടുത്താണ് സാർ. ശരി, പൊയ്ക്കൊള്ളൂ. ശരി സാർ. അവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരുന്നിട്ട് അല്പം ഇരട്ടിയിട്ട് പോയാൽ മതി. ശരി സാർ. നിൽക്കൂ. എന്നെ വഞ്ചിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് അറിയാമോ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല സാർ. ശരി, പൊയ്ക്കൊള്ളൂ. ആരാ? ജോണിയാണോടാ? ഞാനമ്മേ. എന്റെ പാറേ മാതാവേ, ഞാൻ വിചാരിച്ചു നിന്നെ ആ പോലീസുകാര് പിടിച്ചോണ്ട് പോയെന്ന്. നീ എവിടെ ആയിരുന്നടാ ചെറുക്ക? അമ്മ അറിഞ്ഞല്ലേ വിശേഷമൊക്കെ? ആ, വലിയ വിശേഷം. എന്നാലും ആ ഉണ്ണിത്താന്റെ കാര്യം കുറെ ഭയങ്കരമായി പോയി. നീ എന്തിനാടാ ചെറുക്ക ഈ ദുർബുദ്ധിക്കൊക്കെ പോണത്? അവര് വലിയ ആൾക്കാരാ, പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോരും. പിന്നെ നമുക്കിവിടെ കടക്കപ്പുറതിയുണ്ടോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുത്താ വറിയതിന്റെ സ്വഭാവം. ഓ പിന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞൊട്ടും. ജയിലിൽ കിടന്നുകൊണ്ട് ആരെ ഞൊട്ടാനാ? കുറഞ്ഞത് 10 കൊല്ലമെങ്കിലും കഴിയാതെ രണ്ടും പുറത്തു വരാൻ പോകുന്നില്ല. കൊലപാതകമാ കേസ്. എടാ ചെറുക്ക, നിനക്കാ ഇൻസ്പെക്ടർ റഹ്മാനോട് പറയാൻ വയ്യായിരുന്നു പട്ടണത്തിൽ എങ്ങാണ് ഒരു ചെറിയ ജോലി ശരിയാക്കി തരാൻ? ശരിയാക്കിയിട്ടുണ്ട്. എവിടാ? പോലീസിൽ. പിന്നെ 10ാം ക്ലാസ്സിൽ 3 കൊല്ലം മുട്ടയിട്ട നിനക്കാ പോലീസിൽ പണി. കയറി വട ചെറുക്ക കഞ്ഞി കുടിക്കാൻ. നോക്കി ഇരുന്നോണ്ടാ മതി, നിനക്ക് പോലീസിൽ പണി കിട്ടും. വെറുതെ എന്തിനാ ഹോട്ടലിൽ ഒരു ദിവസം കിടന്നേ? അല്ലായിരുന്നെങ്കിൽ ഇന്നലെ അങ്ങ് ചെല്ലായിരുന്നല്ലേ? മധുവിനൂടെ കഴിച്ചിട്ട് പോരാമെന്ന് കരുതി. എന്റെ ഒരു യോഗം. നാട്ടിലിപ്പോ എന്താണ് മേളം? എന്ത് മേളം? ചാനാളുടെ കച്ചവടം കുറെ കുറഞ്ഞു കാണും, അത്ര തന്നെ. കുടുംബം ചേർന്നിരുന്നു. ആശാനിലെടോ എടോ വിൻസെന്റാശാനെ. ഇതാര് പരമു? താൻ ചത്തെന്നാണല്ലോ ഞാൻ ഓർത്തത്. ഞാൻ അങ്ങനെ ചാവൂടോ? ഞാൻ സ്ഥലത്തിന് ഇങ്ങനെ സംഘടിപ്പിച്ച് വന്നു. അപ്പൊ ഞാൻ കണ്ടിട്ട് വില തീരുമാനിച്ചു. ശരി. മാറി മാറി. എഞ്ചിൻ പണിയുണ്ട്. ഓ പിന്നെ 300 കിലോമീറ്റർ ഓടിയിട്ട് ഒരു ചുക്കും പറ്റിയിട്ടില്ല. കുതിര ഇവൻ കുതിര. ഇതാണെങ്കിൽ എനിക്ക് മുതലാവും. 30,000 രൂപ. അപ്പൊ തനിക്ക് വേണ്ടല്ലേ? ഞാൻ വേറെ ആളെ നോക്കിക്കോ. പിണങ്ങാതെ പരമു. നമ്മളിത് ആദ്യമൊന്നുമല്ലല്ലോ. തല്ലിപ്പൊളിച്ച് വിൽക്കുമ്പോ എന്നും എനിക്ക് നഷ്ടമാ. പിന്നെ ഒരു സ്നേഹം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ഈ ലൊടാക്ക് ഓടോടോ? ഇവൻ പറക്കും. എന്നാ പിന്നെ പറഞ്ഞ തുകയും ഇതും കൂടെ ഞാൻ തരും. നിന്നെ സമ്മതിക്കണം. കൊണ്ടുപോയി തോലക്ക്.